ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ അണ്ടോറയിൽ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇന്ന് പോകുന്ന വഴിക്ക് മോൺസെറാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്, സ്പെയിനിൽ. പക്ഷെ ഇവിടെ നിന്ന് മഴയാണ് രാവിലെ മുതൽ എനിക്ക് ജലദോഷം, രാത്രി നല്ല പനിയായിരുന്നു. അപ്പോൾ രാവിലെ 2 പാരസെറ്റമോൾ കഴിക്കാൻ വേണ്ടി വെറും വയറ്റിൽ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് അടുത്ത് ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഇവിടെ അടുത്ത് തുറക്കുന്ന 2 കോഫി ഷോപ്പുള്ളൂ. അപ്പം അങ്ങോട്ട് പോയി രാവിലെ ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഗുളിക കഴിക്കാം. എന്നിട്ട് 9 മണിക്ക് ഹോട്ടലിൽ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. അൻഡോറയിൽ നിന്ന് സ്പെയിനിലേക്ക് പോകണം. ഇന്ന് വൈകുന്നേരമാണ് മാൾട്ടയിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പ് അവിടെ കണ്ടത്, ഗണേശ എന്ന് പേരായിട്ട്. 2 ദിവസം ഞാൻ ഉണ്ടായിട്ട് അവിടെ അങ്ങനെ ഷോപ്പ് ഞാൻ കണ്ടില്ലായിരുന്നു, ആക്ച്വലി ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കോഫി ഷോപ്പിൽ കയറി കോഫി അതുപോലെ ചെറിയ സ്നാക്കും, കാരണം എനിക്ക് പാരസെറ്റാമോൾ അതുപോലെ സെട്രിസിനും കഴിക്കണം. കാരണം ഇനിയിപ്പോൾ ലോങ് ഡ്രൈവ് പോകേണ്ടതുകൊണ്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉഷാറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സെട്രിസിൻ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം ഉണ്ടാവും, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കോഫി കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ നടന്നു. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ഒത്തിരി നടക്കാനൊന്നും പോയില്ല. റൂമിലേക്ക് തന്നെ പോയി. കാരണം ഞാൻ ജാക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ, കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ നെക്സ്റ്റ് റൗണ്ട് അബൌട്ട് വരെ നടന്ന് ജസ്റ്റ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോയി വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് പെർഫ്യൂമൊക്കെ വാങ്ങിക്കുക. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ സീബ്ര ലൈനിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ സാറിൻ്റെ അവിടെ ഒരു കോട്ട് അവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചിരുന്നു. വളരെ കൗതുകരമായിട്ട് തോന്നി. നമുക്കത് കാണുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം അത്രയും പ്രശസ്തനായ ഫിലോസഫറും അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റും കൂടി ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അങ്ങനെ അതെല്ലാം കടന്ന് ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു ഷോപ്പിംഗ്, അതായത് പെർഫ്യൂം മേടിക്കണം, അതുപോലെ എന്തെങ്കിലും സുവനീറും കൂടി വാങ്ങിക്കണം. അപ്പോൾ അത് രണ്ടായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. സുവനീർ വാങ്ങിക്കാൻ പറ്റിയില്ല, കാരണം ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല സുവനീഴ്സിൻ്റെ. അപ്പോൾ ആ ഷോപ്പ് തുറക്കുന്ന സമയത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് പോരും. അപ്പോൾ ഞങ്ങൾക്ക് 1-2 എണ്ണം കൂടി വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഈ അൻഡോറയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ അൻഡോറയുടെ തനതായിട്ടുള്ള ഒരു സ്പിരിറ്റും കൂടി വാങ്ങിച്ചായിരുന്നു. ഇനിയിപ്പം പെർഫ്യൂം മേടിക്കണം. പെർഫ്യൂം വളരെ ചീപ്പാണ് ആക്ച്വലി. ഞങ്ങൾ വാങ്ങിച്ചപ്പം ഏകദേശം ഞങ്ങൾ വാങ്ങിച്ചത് പുറത്ത്, അതായത് മാൾട്ടയിലും ഒക്കെ കിട്ടുന്നതിനേക്കാളും 30 യൂറോയൊക്കെ കുറവാണ് ഞങ്ങൾ പേ ചെയ്തത്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഒരു നല്ല മനോഹരമായൊരു ബിൽഡിങ്ങും ഉണ്ട്, അതുപോലെ ഈ ഒരു വ്യൂവും. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ഞങ്ങൾ അവസാനത്തെ ആ ഒരു 2-3 മിനിറ്റും കൂടിയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഈ സ്ക്വയറിലേക്കൊന്ന് വന്ന് ആണ്. നല്ല മനോഹരമായ ഒരു വ്യൂ ഉള്ളൊരു സ്ഥലം കൂടി. മാത്രമല്ല ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഏകദേശം ഒരു 11-ാം നൂറ്റാണ്ടിൽ പണിത ഒരു പള്ളിയും കൂടി ഉണ്ട്. അതിൻ്റെ മനോഹരമായൊരു നല്ലൊരു ഔട്ട്ലൈൻ വ്യൂവും കൂടി നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ ആ ഒരു രാവിലത്തെ ആ ഒരു പ്രഭാത ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. കാരണം ശരിക്കും ഞങ്ങൾക്ക് 2 ദിവസം വന്നെങ്കിലും ഞങ്ങൾ ഒത്തിരി സെർച്ച് ചെയ്യാണ്ട് വന്ന രാജ്യമാണ് ശരിക്കും. പക്ഷെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ മനോഹരമായ രാജ്യം തന്നെയാണ് അൻഡോറ. ഇനിയും അവസരം കിട്ടിയാൽ ഇനിയും വരണം എന്ന് ശരിക്കും ഉള്ളിൽ തോന്നുന്ന രാജ്യങ്ങളിൽ ഒരു ലിസ്റ്റിലുള്ള ഒരു രാജ്യം കൂടിയാണ് അൻഡോറ. ശരിക്കും അത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ആ ഒരു വലുപ്പവും അതുപോലെ അതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയും തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. അതായത് നമ്മളെന്താ പറയുക, സിറ്റിയും അതുപോലെ മലയും എല്ലാം വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചർ. ആ ഒരു ലാൻഡ്സ്കേപ്പ് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണത്. ഏകദേശം ഞങ്ങൾക്ക് അൻഡോറയിൽ നിന്ന് മോൺസെറാട്ടിലേക്ക് ഒരു 160 കിലോമീറ്റർ ഡ്രൈവാണുള്ളത്, സ്ട്രെയിറ്റ് ഡ്രൈവ്. 2.5 മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇടയ്ക്ക് നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നത്.
അത്ര സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല. ഇടയ്ക്ക് നിർത്തി എന്തെങ്കിലും കഴിക്കാൻ പറ്റണമെങ്കിൽ കഴിച്ചിട്ടൊക്കെ പോകാനാണ് പ്ലാൻ. ഒന്നും തീരുമാനിച്ചില്ല. പക്ഷേ രാവിലെ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി അണ്ടോറയുടെ ബോർഡർ ക്രോസിങ്ങിലേക്ക് എത്തി. ഇപ്പം ആദ്യം കാണുന്നത് അണ്ടോറയുടെ ബോർഡർ ചെക്കിംഗ് പോയിൻ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്പെയിനിൻ്റെ വരുന്നത്. അപ്പോൾ ഇനി അവരിവിടെ ചെക്കിങ് എന്തെങ്കിലും ചെയ്യുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ 2 ചെക്ക് പോയിൻറ്റും കഴിഞ്ഞു. ഞങ്ങൾ സ്പെയിനിലേക്ക് എത്തി. ഞങ്ങൾ അണ്ടോറയുടെയും സ്പെയിൻ്റെയും ബോർഡർ ചെക്കിങ് 2 സ്ഥലത്ത് വണ്ടി നിർത്തിയില്ല. ഞങ്ങൾ ജസ്റ്റ് കടന്നു പോകുന്നില്ല. അങ്ങനെ വണ്ടി നിർത്തി, ചില വണ്ടികൾ നിർത്തി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും നിർത്തേണ്ടി വന്നില്ല. ഇനി ഞങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ഡ്രൈവാണ് മോൺസെറാട്ടിലേക്ക്. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടി പോകുന്നു. ഈ സ്ഥലം ഏതെന്നറിയില്ല. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ചെറിയ വണ്ടി ഒന്ന് ഒതുക്കാനുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ നിർത്തി. ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിള്ളേർക്ക് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പം നല്ല മനോഹരമായൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ ആൾക്കാർക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോങ് ഡ്രൈവിന് ഒരിക്കലും ബ്രേക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമാണത്. അപ്പം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല തെളിച്ചമുണ്ട്. നല്ല കളർഫുള്ളായിട്ട് ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ പതിയെ മോൺസെറാട്ടിലേക്ക് കയറി തുടങ്ങി. ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുത്തില്ല, കാരണം പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാൻ മാത്രമൊന്നും വിഷ്വൽസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മോൺസെറാട്ട് എന്ന് പറഞ്ഞ ഒരു മലനിരകളുടെ മുകളിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക്കുണ്ട് ഇവിടെ. ഒരുപാട് ബാഴ്സലോണയിൽ നിന്ന് ശരിക്കും ഡേ ട്രിപ്പ് വരുന്ന ഒരു മെയിൻ സ്ഥലമാണ് ഈ മോൺസെറാട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ബസ്സുകളായിട്ടൊക്കെ. അപ്പോൾ ഈ മോൺസെറാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏകദേശം ഇതിൻ്റെ മുകളിലൊരു മൊണാസ്റ്ററി ഉണ്ട്. ഏകദേശം AD 880 മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുന്നൊരു ചാപ്പലിനും അതിനെ ഒരു മൊണാസ്റ്ററി ആയിട്ട് പിന്നീട് അതൊരു എന്താ പറയുക രൂപാന്തരപ്പെട്ട് വന്നതാണത്. അപ്പം ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് പിൽഗ്രിമേജ് ആയിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഉയർന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഹൈക്കിങ്, ട്രക്കിങ്ങിന്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്കും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ മോൺസെറാട്ട്. ഇവിടേക്ക് ബാഴ്സലോണയിൽ നിന്ന് നമുക്ക് ബസ്സിന് വരാം, അതുപോലെ ട്രെയിന് വരാം. ഏകദേശം 15 മുതൽ 20 യൂറോയാണ് ഒരാൾക്ക് ഇങ്ങോട്ട് വരുന്നതിന്. അതുപോലെ ടൂർ പാക്കേജസും ഉണ്ട് ഇവിടേക്ക്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങ് മുകളിൽ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിങ്ങും കൂടിയാണിത്. വളരെ പതുക്കെയാണ് വണ്ടികൾ പോണതും. ഇപ്പം ഏകദേശം ഞങ്ങളൊരു 10 മിനിറ്റായി ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ വണ്ടി അനങ്ങാണ്ട് കിടക്കുകയാണ്. നല്ല മനോഹരമായ വ്യൂ ആണ് താഴേക്ക്. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ക്യൂവിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു വണ്ടി ആണ് അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മളവിടുന്ന് പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അവിടെ ഒരു വണ്ടിയാണ് ഒരു സമയത്ത് കയറുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ക്യൂവിൻ്റെ ആ ഒരു ഡിലേ ആണ് ഇവിടെ ഇത്രയും വലിയൊരു ക്യൂ ഉണ്ടാകുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഞങ്ങൾക്ക് ശരിക്കും ഏകദേശം ഒരു അരമണിക്കൂർ ഇനി മുകളിലേക്ക് നടക്കണം. ചെറിയൊരു കയറ്റാണ്. കാരണം തൊട്ട് താഴെ വരെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയില്ല. കാരണം അവിടെ വരെ പോയിട്ട് ഇനി പാർക്കിംഗ് ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് സമയം ഒത്തിരി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം കണ്ട പാർക്കിംഗ് സ്പേസ് തന്നെ വണ്ടി കയറ്റി ഇട്ടു. ഇപ്പോൾ ഇവിടെയൊക്കെ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ബൈസിക്കിളിനൊക്കെ വരുന്നവരെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം അവിടെ ഇപ്പം എങ്ങനെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. ഇപ്പം പോയി നോക്കിയാലേ അറിയുള്ളൂ. കാരണം ഞങ്ങളങ്ങനെ അധികം അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങോട്ട് കൂടിയും വന്നിട്ട് ബാഴ്സലോണയിലേക്ക് പോവാം അങ്ങനെ തീരുമാനിച്ചാണ് ഞങ്ങൾ മോൺസെറാട്ടിലേക്ക് വന്നത്. ശരിക്കും ഒരു ട്രാവൽ ഐറ്റിനറിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു മോൺസെറാട്ട്. പക്ഷെ ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ശരിക്കും ഇവിടെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്.
ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ഇവിടെ വരുന്നവർക്ക് അതുപോലെ പിൽഗ്രിമേജും ഉണ്ട്, അതുപോലെ അല്ലാതെ ഇവിടെ വരുന്നവർക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടെ താഴെ ഒരു വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ബഫറ്റ് ആണെന്നാണ് ഞാൻ അവിടെ എഴുതി വെച്ചപ്പോൾ കണ്ടത്. നമുക്ക് 25 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാം. അത് നല്ല മനോഹരമായൊരു ഫുഡാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വരുമ്പോൾ തൊട്ട് ഇവിടെ നിറഞ്ഞാണ് ആൾക്കാർ, എപ്പോഴും ആൾക്കാർ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 4 മണി വരെയാണ് ബഫറ്റ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 3 മണി അവിടെ എത്തിയപ്പം. അപ്പം ഞങ്ങളിനി ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ആണ് ഇവിടുന്ന് പോകേണ്ടത്. അപ്പം അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് താഴേക്കൊക്കെ കാണുന്നൊരു വ്യൂ ആണ്. അതായത് നല്ല മനോഹരമായ ഒരു ക്ലിഫിൻ്റെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ താഴേക്ക് ഈ മോൺസെറാട്ട് മലനിരകളുടെ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് നല്ല മനോഹരമായ ഭക്ഷണമൊക്കെ കഴിച്ച് ശരിക്കും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുകളുണ്ട്, യൂറോപ്യൻ സ്റ്റൈൽ തന്നെ. ശരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറേ പേരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് പോയി. അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കറങ്ങി നടന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത് തന്നെ. അപ്പോൾ താഴെ ഞാൻ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം താഴെ ഹോട്ടലിൻ്റെ വിൻഡോയിൽ നിന്ന് ജസ്റ്റ് എടുത്ത വ്യൂസാണ്. അതായത് ബാഴ്സലോണയിൽ നിന്ന് വരുന്ന ട്രെയിനാണത്, മോൺസെറാട്ടിലേക്ക് ട്രെയിൻ ഉണ്ട്. അതുപോലെ താഴെ നിന്ന് കേബിൾ കാർ ഓപ്പറേഷൻ ഉണ്ട്. ഇതല്ലാണ്ട് പിന്നെ നമുക്ക് താഴെ നിന്ന് ട്രക്കിംഗ് അല്ലെങ്കിൽ ഹൈക്കിംഗ് ചെയ്ത് വരുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ശരിക്കും ബാഴ്സലോണയിൽ വരുന്നവർ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് മോൺസെറാട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മൊണാസ്ട്രിയിൽ ബ്ലാക്ക് മഡോണ എന്ന് പറഞ്ഞ കറുത്ത നിറത്തിലുള്ള ഒരു മാതാവിൻ്റെ പ്രതിമയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പള്ളിക്കകത്തേക്ക് കയറാൻ സമയം കിട്ടുമെന്നറിയില്ല, കാരണം ഞങ്ങൾക്ക് രാത്രി 9 മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 6 മണി ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലാണ് ഞങ്ങളൊരു 7 മണിയാകുമ്പം ബാഴ്സലോണയിൽ എത്തുള്ളൂ എയർപോർട്ടിൽ. അപ്പം ഞങ്ങൾ ആ ഒരു ടൈം പ്ലാനിങ് വളരെ ഷോർട്ടാണ് ഞങ്ങൾക്ക്. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് മാക്സിമം കാണാവുന്നതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് പോവാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം മുൻകൂട്ടി ഇങ്ങനെ റിസർച്ച് ചെയ്യാണ്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു വിഷമമായി. ശരിക്കും കുറച്ച് നേരത്തെ അവിടെ എത്തേണ്ടതായിരുന്നു, ഏകദേശം ഒരു 11 മണി 12 മണിക്ക് ഇവിടെ എത്തേണ്ടതായിരുന്നു. അങ്ങനെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടിയും ഈ ഏരിയയെ പറ്റി ഒന്നും കൂടി സെർച്ച് ചെയ്തു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് തോന്നിയത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നെന്ന്. കാരണം ഈ മൊണാസ്ട്രി ഇരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കാണ്. അത് ഏകദേശം 1236 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത്രയും നല്ല ഉയരത്തിലാണ്. ബാഴ്സലോണ സിറ്റിയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് ബൈ റോഡ്. അപ്പം ഇങ്ങോട്ട് ബൈ റോഡ് അല്ലെങ്കിൽ ബൈ ബസ് അല്ലെങ്കിൽ പാക്കേജ് വഴിയൊക്കെ ആയിട്ട് വരാം. അതുപോലെ ഇവിടെ ഈ മൊണാസ്ട്രി എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ ഇതിനോട് ചേർന്നുള്ള ഈ നാച്ചുറൽ പാർക്ക്, അവിടെ റോക്ക് ക്ലൈമ്പിങ്, അങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പങ്കെടുക്കാം. അങ്ങനെ ശരിക്കും ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഈ മോൺസെറാട്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇത്ര നേരം നിങ്ങളെ കണ്ട വിഷ്വൽസിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് എടുത്തു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര മനോഹരമാണ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ അവിടെ നിന്നുള്ള വ്യൂ ആസ്വദിക്കാനും ഒക്കെ. അപ്പം ഞങ്ങൾ ഇനി പെട്ടെന്ന് മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 4 മണിയായി. അപ്പം ഇവിടെ വഴിയോരത്ത് സുവനീറുകളൊക്കെ വിൽക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു ഷോപ്പുകളൊക്കെ ഉണ്ട്, ചെറിയ ഷോപ്പിംഗ് നടത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം കടന്ന് ഈ കാണുന്ന മൊണാസ്ട്രിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മലയുടെയൊക്കെ ഒരു ഹൈറ്റ്. അതുപോലെ അങ്ങോട്ട് ഫർണിക്കുലർ ട്രെയിൻ സർവീസ് ഉണ്ട്, അതായത് കേബിൾ വഴി ചെറിയ 2 ബോഗിയുള്ള ട്രെയിനുകൾ മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഫർണിക്കുലർ. അത് യൂറോപ്പിൻ്റെ പല ഭാഗത്തും ഉണ്ടത്.
ഇവിടെയും അത് കാണാം. അതുപോലെ തന്നെ ഇത് ബാഴ്സലോണയിലേക്കുള്ള ട്രെയിനുകൾ വരുന്ന ഒരു സ്റ്റേഷനും കൂടി ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ഫർണിക്കുലാർ എക്സ്പീരിയൻസ് കൂടി ആസ്വദിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് പിള്ളേർ ഇതുവരെ അത് എന്താ പറയുക, അതിനകത്ത് സഞ്ചരിച്ചിട്ടില്ല അവർ രണ്ടുപേരും. ഞങ്ങളത് പണ്ട് ഇറ്റലിയിലും സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയപ്പം അത് ശരിക്കും അത് എക്സ്പീരിയൻസ് നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണത്. അപ്പം ഞങ്ങൾ ആദ്യം പള്ളിയിലേക്ക് പോയിട്ട് വേണം ആ ഒരു ഫർണിക്കുലാർ ട്രെയിൻ കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്നും ഏകദേശം ഒരു 250 മീറ്ററിനടുത്ത് നടക്കാനുണ്ടായിരുന്നു. കാരണം ആ ഒരു മൊണാസ്ട്രിയുടെ ആ വലുപ്പം, ആ പാറകട്ടൊക്കെ ഒരു ഭീമാകാരമായ വലുപ്പം കാരണം തന്നെ നമ്മളത് അടുത്താന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴാണ് എത്രത്തോളം ദൂരം ഉണ്ടായിരുന്നെന്ന് മനസ്സിലായത് തന്നെ. അപ്പം ഞങ്ങളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഈ മൊണാസ്ട്രിയുടെ അടുത്തെത്തി. ഇതാണ് മൊണാസ്ട്രിയുടെ ഒരു ഫ്രണ്ടിലൊരു സ്ക്വയർ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുകയാണെങ്കിൽ മനോഹരമായ വ്യൂ ആണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളത് ക്യാമറയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പള്ളി നല്ല അകലെയാണ് നിൽക്കുന്ന ആ പള്ളി. അതിൻ്റെ ഒരു വലിപ്പം, അതുപോലെ അതിൻ്റെ പുറകിലുള്ള ആ വലിയ മലനിരകളുടെയൊക്കെ വലിപ്പവും കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. അത്രയും ഒരു ഹ്യൂജ് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടാണത്. പക്ഷെ ഭയങ്കര മനോഹരമാണ് ഇവിടെ വന്നിരിക്കാനും അതുപോലെ ഈ കാഴ്ചകളൊക്കെ കാണാനും. ഈ ഒരു മൊണാസ്ട്രിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് മൊണാസ്ട്രി വരുന്നത് തന്നെ. അപ്പോൾ 1025 ഇവിടെ ഇരുന്ന ആദ്യത്തെ പള്ളി ഇവിടെ പണി കഴിപ്പിച്ചത്. ഇപ്പം ഏകദേശം 2025 ആകുമ്പോൾ 1000 വർഷം കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഒരുപാട് ആക്രമണങ്ങൾ അതുപോലെ കലാപങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് ഇതിവിടെ നിൽക്കുന്നത്. അതായത് സ്പാനിഷ് സിവിൽ വാറിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വൈദികരും അതുപോലെ വിശ്വാസികളൊക്കെ അഗ്നിക്കിരയാക്കി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഹിസ്റ്ററിക്കകത്തൊക്കെ വായിച്ചപ്പോഴും കണ്ടത്. അതുപോലെ അതിനുശേഷം അതിനു മുമ്പ് നെപ്പോളിയൻ്റെ ആക്രമണം ഉണ്ടായി. നെപ്പോളിയൻ ഇവിടെ മുഴുവൻ നശിപ്പിച്ച് തീയിട്ട് ഇവിടുന്ന് വിലപിടിപ്പുള്ള എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒരുപാട് ആക്രമണങ്ങളൊക്കെ ശേഷമാണ് ഇപ്പം ഈ പള്ളിയിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പള്ളിക്ക് അകത്തേക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് കണ്ടത് പള്ളിക്ക് അകത്തോട്ട് തന്നെ കയറാൻ അവിടെ ലോങ് ക്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും നേരം ക്യൂവിൽ നിന്നിട്ട് ഇത് അകത്ത് കയറി കാണാനുള്ള സമയം ഞങ്ങൾക്കില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് മഡോണ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ആ ഒരു മാതാവിൻ്റെ ആ ഒരു പ്രതിമയും അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അത് കാണാതെ പോകാവുന്നതൊരു എന്താ പറയുക കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇതാണ് ഇവിടെ വന്ന് താമസിക്കാനുള്ളൊരു ഹോസ്റ്റല്. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സ്കൂളുണ്ട്, ബോയ്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ. അപ്പം അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ സ്പെയിനിലെ. ഒരുപാട് പേര് ഇവിടെ കൺസേർട്ട്, നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മണിക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കൺസേർട്ടൊക്കെ കാണാം. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴയ മ്യൂസിക് സ്കൂളാണെന്ന് പറഞ്ഞാൽ ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ സ്റ്റാർട്ട് ചെയ്തൊരു മ്യൂസിക് സ്കൂളാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ ഫർണിക്കുലാർ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള ആ ഒരു ചെറിയൊരു കയറ്റം കയറി ആ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടേക്ക്, ടിക്കറ്റ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ആ അകലേക്ക് ആ വ്യൂ ഭയങ്കര മനോഹരമാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞതിന് ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു പാറക്കെട്ടുകളാണ്. അപ്പോൾ ആ പാറക്കെട്ടിൻ്റെ വലുപ്പം കൊണ്ട് മാത്രം നമുക്ക് ആ പള്ളിയുടെ വലുപ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നത് 5 മണിക്കാണ്, 4:45. അപ്പം അതിന് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ഒരു ട്രെയിൻ വരും. അതാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ലാസ്റ്റത്തെ. അപ്പം അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന ട്രെയിന് ഉണ്ട്. അതിന് പോയാൽ നമ്മൾ താഴേക്ക് നമ്മൾ നടന്ന് ഇറങ്ങി വരേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ശരിക്കുള്ളൊരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് അതാണ്. ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് ട്രെയിന് പോവാം, എന്നിട്ട് താഴേക്ക് നമുക്ക് നടന്നിറങ്ങി വരാം. ഇവിടെ ഈ സൈഡിലൊക്കെ ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ഹിസ്റ്ററി എല്ലാം നല്ല മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തു. അതായത് ഒരാൾക്ക് 16 യൂറോയാണ് അഡൾട്ടിന് ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് അഡൾട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ജൂലൈക്ക് ചൈൽഡിൻ്റെ ടിക്കറ്റും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പ് ഒരെണ്ണം പോയി, ഇത് മിസ്സായിപ്പോയി ആക്ച്വലി. ഞങ്ങൾ നടന്ന് വന്ന് കയറിയ സമയത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ട്രെയിൻ മിസ്സായിപ്പോയി.
ഞാനിപ്പം ഈ വരുന്ന ട്രെയിനാണ് ഞങ്ങൾക്ക് ഇനി തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉരുക്ക് വടമുണ്ട്, ഉരുക്ക് വടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ താഴേക്ക് പോകുമ്പം അടുത്തത് താഴേക്ക് വരുമ്പം അടുത്തത് മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇനി ഞങ്ങൾ ഇതിനകത്ത് കയറുകയാണ്. താങ്ക് യു. Hope. Okay. Come. Where's the agujero, Okay. Wait a second. അങ്ങനെ ആ ട്രെയിൻ പതിയെ മൂവായി തുടങ്ങി. അപ്പം ഇത് ഇവിടുന്ന് താഴേന്ന് മുകളിലേക്ക് ഏകദേശം 300 മീറ്ററാണ് ഈ ഒരു ദൂരം. അപ്പം നമ്മൾ താഴേന്ന് മുകളിലേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ മുകളിൽ താഴേക്ക് ഒരു ട്രെയിൻ വരും. അപ്പോൾ അവർ കറക്റ്റ് അത് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ മിഡിലൊരു ഓവൽ ഷേപ്പിൽ സ്പേസ് ഉണ്ട്. അവിടെ വെച്ച് ഈ ഒറ്റ സിംഗിൾ ലൈൻ അത് ഡബിൾ ലൈൻ ആവും. 2 ട്രെയിനും കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി കഴിയുമ്പോൾ സിംഗിൾ ലൈൻ ആവും. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം അവരത് കറക്റ്റ് സ്പീഡും എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് അവരത് ഇറങ്ങുന്നതും. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 60 ഡിഗ്രി 65 ഡിഗ്രിയാണ് അതിൻ്റെ ഒരു ഉയരം കയറ്റത്തിൻ്റെ ആ ഒരു ഹൈറ്റ് കാണിക്കുന്നത്. നമ്മൾ എന്താ പറയുക കുത്തനെയുള്ളത്. എനിക്ക് 65 ഡിഗ്രി ഏകദേശം എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ താഴെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഉയരത്തിലാണ് നമുക്കത് കാണുന്നത്. പക്ഷേ ഇത് 300 മീറ്റർ ദൂരം ഉള്ളൂ എങ്കിൽ പോലും നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുന്ന് നമ്മൾക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പല ട്രെയിലുകളുണ്ട്. നമുക്ക് നടന്നിറങ്ങാവുന്ന പല ലെങ്ത്തിലുള്ളതുണ്ട്. ഈ മൊണാസ്ട്രിയിലേക്ക് ഇറങ്ങുന്നത് 6 കിലോമീറ്റർ ദൂരം നമുക്ക് ഇറങ്ങണം വേറെ സൈഡിൽ കൂടെ. ഇനി റെയിലിൻ്റെ സൈഡിൽ കൂടെ തന്നെ എമർജൻസി സ്റ്റെപ്പുകളുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ട്രെയിൻ നിർത്തേണ്ടി വരികയാണെങ്കിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എമർജൻസി സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ എല്ലാം സേഫ്റ്റി എല്ലാം ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ആ ട്രെയിൻ ഒരു സൈഡിലേക്ക് ആ ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോകും. അങ്ങനെ 2 ട്രെയിനും നേരെ വന്ന് കഴിയുമ്പോൾ വീണ്ടും അത് സിംഗിൾ ലൈൻ ആവും. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫർണിക്കുലർ ട്രെയിനിൽ മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് ശരിക്കും നല്ല ഉയരമുള്ള മലമ്പ്രദേശങ്ങളിലേക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദമാണ് ഈ ഫർണിക്കുലർ ട്രെയിൻ സർവീസ്. കാരണം ഇറ്റലിയിലും സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉള്ള പല ഉയർന്ന മലനിരകളിലേക്കും സാധാരണ ജനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യുന്നത് ഇതുപോലുള്ള സൗകര്യങ്ങൾ വെച്ചാണ്. അങ്ങനെ ഞങ്ങളിത് അവസാനം മുകളിലേക്ക് എത്തി. ഇനി മുകളിലേക്ക് അവിടെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു ഉരുക്കുവടം. ഇതാണ് ആ ട്രെയിന് ഇത്ര ഉയരത്തിലേക്ക് വലിച്ചു കൊണ്ടിരുന്ന മോട്ടറും അതിൻ്റെ വടമൊക്കെ. ഇപ്പോൾ ഞങ്ങളിവിടെ മുകളിൽ കറക്റ്റ് ആ മോട്ടറൊക്കെ ഇരിക്കുന്ന ആ റൂമിൻ്റെ മുകളിലൊരു വ്യൂ ഉണ്ട്, വ്യൂ പോയിൻ്റ് പോലെ ഒരു ബാൽക്കണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അത് ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് താഴേക്ക് വരികയാണ്. മല കയറുന്നവര് ഇപ്പോൾ ഇവിടുന്ന് നല്ല മനോഹരമായ വ്യൂ ഉണ്ട് ഈ സൈഡിലേക്ക്. അപ്പോൾ ഞങ്ങളിനിപ്പം താഴേക്ക് വീണ്ടും ഇറങ്ങി പോകണം. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ അങ്ങനെ വേറെ എക്സ്ട്രാ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങണം. ആ ബഗ്ഗീസൊക്കെ ഇരിക്കുന്ന ഈ ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വരെ ഞങ്ങൾക്ക് വരാനാണ് ഞങ്ങൾക്ക് പ്ലാൻ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്ന് താഴേക്ക് ഇറങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പല ട്രെയിലുകളുണ്ട് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ. മൈൽഡ് ടു മോഡറേറ്റ് ആണ് അവർ ഡിഫിക്കൽറ്റി ലെവൽ പറയുന്നത്. ചിലത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഉപയോഗിക്കുന്ന ട്രെയിലുകളൊക്കെ ഉണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നു റോക്ക് ക്ലൈംബേഴ്സൊക്കെ വരുന്നത്. അപ്പം ഇവിടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ചില പ്രിപ്പറേഷൻസൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഏരിയ ജസ്റ്റ് ഒന്ന് നടന്ന് ഇവിടെ നിന്നുള്ള ഈ താഴേക്ക് ആ സൂര്യാസ്തമയത്തിൻ്റെ ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കുക.
അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ട്രെയിൻ പോവുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ടൈം സ്കെഡ്യൂൾ മൊത്തം തെറ്റും. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് നടന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വീണ്ടും താഴേക്ക് വരാണ്. ശരിക്കും ഒരു വൻ നഷ്ടമാണ് ശരിക്കും ഇത് മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അത്രമാത്രം സാധ്യതകൾ അവിടെ ഉണ്ട് നല്ല രീതിയിൽ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ നമ്മുടെ അടുത്ത് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. ഞങ്ങളങ്ങനെ ട്രെയിനകത്ത് കയറി വെയിറ്റ് ചെയ്യണം. അപ്പം ട്രെയിൻ മാക്സിമം ആൾക്കാരെ കയറ്റിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒരു വെയിറ്റ് ചെയ്യുന്നതാണ് ഡ്രൈവർ പറഞ്ഞത്, ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ. അപ്പം ഇവിടുന്ന് താഴേക്ക് ആ ഒരു മൊണാസ്ട്രിയുടെ ഒരു വ്യൂ കാണാൻ നല്ല മനോഹരമായ വ്യൂ ആണ്. കറക്റ്റ് ശരിക്കും മൊണാസ്ട്രി നിൽക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് കാറ്റലോണിയൻ ഏരിയ ആണ്. അതായത് എന്താ പറയുക, കാറ്റലോണിയൻ പ്രൊവിൻസിലാണ് ഈ ബാഴ്സലോണ, മോൺസറാട്ട് തുടങ്ങിയ ഏരിയ. അപ്പം ഞാൻ ജസ്റ്റ് വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് ആ ടിക്കറ്റും വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. അതായത് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നവർക്ക് വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട് ഇവിടുന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് താഴേക്ക് പോകാൻ. ഇപ്പം ഞങ്ങൾക്ക് വരുന്ന ട്രെയിൻ വരുന്നതാണ് കണ്ടത്. അങ്ങനെ ട്രെയിനകത്തേക്ക് വീണ്ടും കയറി വീണ്ടും ആ മൊണാസ്ട്രിയുടെ വ്യൂ ഒക്കെ കണ്ടു. അപ്പോഴേക്കും പക്ഷേ എനിക്ക് ആ വിൻഡോയിൽ നിന്ന് എടുക്കാനുള്ളൊരു ചാൻസ് പോയി. അപ്പോഴേക്കും അവിടെ വേറെ പാസഞ്ചേഴ്സ് നിന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വ്യൂ കുറേ ബ്ലോക്കായി. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുവാണ്. അപ്പം താഴേന്ന് ഒരു കാലിയായിട്ടൊരു ട്രെയിൻ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു പോയിന്റിലെത്തി. ഇത് ശരിക്കും ഇതിനകത്ത് ഡ്രൈവർ പോലില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പക്ഷേ ഇതാണ് ബാഴ്സലോണയിലേക്കുള്ള ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ ബാഴ്സലോണയിൽ നിന്ന് ട്രെയിൻ വരുന്നവർ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇവിടെ ട്രെയിൻ വരും, ബാഴ്സലോണയ്ക്കുള്ള ട്രെയിൻ. ആ ട്രെയിനകത്ത് കയറി തിരിച്ച് ബാഴ്സലോണയ്ക്ക് പോവാം. ഞങ്ങളപ്പം പതിയെ കാർ പാർക്കിങ്ങിലേക്ക് നടക്കുവാണ്. ഏകദേശം ഞങ്ങൾക്ക് ഒരു 1.5 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. ഇപ്പം പാർക്കിംഗ് ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ ടൂർ ഏകദേശം അവസാനിച്ചു. ഈ എയർപോർട്ടിലേക്ക് പോവാണ്. മോൺസറാട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പിള്ളേരെ കൊണ്ട് വരുന്നതുകൊണ്ട് ടണലിൻ്റെ മുകളിലേക്ക് ടണലല്ല, എന്താ പറയുക, ഹൈക്കിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. എന്തായാലും ഇനി ബാഴ്സലോണയിൽ വരുമെന്ന് അറിയില്ല. വരുവാണെങ്കിൽ ഇവിടേക്ക് എന്തായാലും വീണ്ടും വരണം, ഒരു ഫുൾ ഡേ. അങ്ങനെ ഞങ്ങളുടെ 4-5 ദിവസത്തെ ടൂറെല്ലാം അവസാനിച്ച് തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഇനി എയർപോർട്ടിൽ പോയി കാറ് അവിടെ കൊടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ അവിടെ കാറ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നല്ല ക്യൂ ആണ് എയർപോർട്ടിലേക്ക്, നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ട് ഇപ്പം. ഞാൻ എയർപോർട്ടിലെത്തി. റെൻ്റൽ കമ്പനിയുടെ അവിടെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി കൊടുത്തു. കീ അവിടെ അവരുടെ കയ്യിൽ കൊടുത്തു. പ്രത്യേകിച്ച് ഇനി അങ്ങനെ ഒരു ഫോർമാലിറ്റിയും ഇല്ല. ഫുൾ കവർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ അവർ വേറെ വണ്ടിയൊന്നും വേറെ ഒന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഫുൾ ടാങ്ക് പെട്രോൾ തരുമ്പം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കണം. ബാക്കി പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നുമില്ല. അങ്ങനെ തിരിച്ച് വീണ്ടും ബാഴ്സലോണ എയർപോർട്ടിലെത്തി. ഒരുപാട് മനോഹരമായ യാത്രാ മുഹൂർത്തങ്ങളൊക്കെ തന്നതാണ്. പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാഗ് മിസ്സായി. ഹോട്ടലാണെങ്കിൽ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാൻസൽ ചെയ്തു. അങ്ങനെ കുറച്ച് ടഫ് എക്സ്പീരിയൻസ് ഉണ്ടായി. പക്ഷേ എന്താ പറയുക, പക്ഷെ അതെല്ലാം ഞങ്ങളുടെ യാത്രയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾ ശരിക്കും മറന്നുപോയി. ഇപ്പോൾ തിരിച്ച് വീണ്ടും മാൾട്ടയിലേക്ക് പോവുകയാണ്. ഇനി നാളെ മുതൽ ജോലി കാര്യങ്ങൾ, പിന്നെ പുതിയ യാത്രയുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് 9:45-ലാണ് ഫ്ലൈറ്റ് ഉള്ളത്. ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. ഇത് എൽപ്രാത്ത് എയർപോർട്ടാണ്, നല്ല ബിസി എയർപോർട്ടാണ്. അവിടെ എങ്ങനെ ക്രൗഡ് ഒത്തിരി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും സമയമുണ്ട്. സമയം ഇപ്പോൾ ഒരു 7 മണി ആവറ്റില്ല, ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് ഒരു 3 മണിക്കൂർ ഏകദേശം ഉണ്ട്. ഡിലേ ഒന്നും വന്നില്ലെങ്കിൽ കറക്റ്റ് 9:45 ആകുമ്പം ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. Come. No. Tu conto. No. Come here. Wait. Did you? No. No.
ഈ ഒരു ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിൽ കൂടെ പ്രത്യേകിച്ചൊന്നും പർച്ചേസിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ തന്നെ മനസ്സിന് പ്രത്യേക കുളിരാണ്. ജോലിക്ക് ഇതൊക്കെ വാങ്ങിക്കുന്നു പറഞ്ഞായിരുന്നു ബഹളം. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ എയർപോർട്ടിനകത്ത് ചെറിയൊരു ചിൽഡ്രൻസ് ഏരിയ ഉണ്ട്. അവർക്ക് അവിടെ ചെറിയ നമ്മൾ ഈ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പിള്ളേർക്ക് അവിടെ കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവരവിടെ കുറച്ച് നേരം കളിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ ഈ ഡ്യൂട്ടി ഫ്രീ ഏരിയയിൽ കൂടെ ഇങ്ങനെ ഓരോ ഷോപ്പുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. മെയിനായിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇനിയുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ടൈം ബോർഡിങ്ങിൻ്റെ അവിടേക്ക്. അങ്ങനെ ഞങ്ങൾ ചെക്കിനും ബോർഡിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞ് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടൂർ അങ്ങനെ അവസാനിച്ചു. ഞങ്ങൾ ലഗേജ് മിസ്സായത് അന്വേഷിച്ച് തന്നു. പക്ഷെ അവർ ആദ്യം ടെർമിനൽ 2 സി ആന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ടെർമിനൽ എ ആണ്. പിന്നെ സമയം ഉണ്ടായിരുന്നു, അവിടെ നിർത്തി. ഇനിയിപ്പം ഇവിടുന്ന് ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി ഇനി തിരിച്ച് രാത്രി 9:30ക്കാണ് ഫ്ലൈറ്റ്. ഒരു 12 മണി ടെസ്റ്റ് അനങ്ങാണ്ടിരിക്കും പ്ലീസ്. ഒരു മിഡ് നൈറ്റ് ആകുമ്പോഴാണ് മാൾട്ട ചെല്ലുന്നത്. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നീ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ? ഓക്കെ, ബൈ പറയും.